ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. മമ്മൂക്ക എവിടെ പോയി? മമ്മൂക്ക ഇനി ഇല്ല. മലയാള സിനിമയിൽ മമ്മൂട്ടി ഇനി വേണ്ട, മമ്മൂട്ടിയൊക്കെ തീർന്നു എന്ന് പറയുന്ന പല രീതിയിലുള്ള വാർത്തകൾ കുറച്ചായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. മമ്മൂക്കിനെ കുറിച്ച് ഒരു അപ്ഡേറ്റും കേൾക്കാനുള്ള, പുള്ളിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ കേൾക്കുന്നു. മമ്മൂക്ക എന്താ ഇത് പറ്റിയത്, പല സിനിമകളും ഒഴിവാക്കണ രീതിയിലുള്ള റൂമേഴ്സ് കേൾക്കുന്നു. അങ്ങനെ വൻ സംഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മറ്റ് പല നടന്മാരും വലിയ രീതിയിൽ കംബാക്ക് നടത്തുകയും ഈവൻ മമ്മൂക്കയുടെ തോളോടൊപ്പം ഒരുമിച്ച് വളർന്ന ലാലേട്ടൻ വലിയ കംബാക്ക് നടത്തി വലിയ വിജയങ്ങൾ നേടി ഇൻഡസ്ട്രിയിലെ ആ പഴയ പ്രതാപത്തോടു കൂടി മിന്നി നിറഞ്ഞു നിൽക്കുമ്പോൾ ഫാൻസ് തമ്മിൽ കച്ചറ ഉണ്ടെങ്കിൽ ഇവർ തമ്മിലൊരു പ്രശ്നമില്ലല്ലോ, മമ്മൂട്ടി എവിടെ പോയി എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന, മേ ബി പല ആളുകളും പറയുന്ന പോലെ ഒരു അവാർഡൊക്കെ പ്രതീക്ഷിക്കുന്ന, ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ പ്രതീക്ഷിക്കുന്ന കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റർ വരുന്നത്. ഇതാണ് പോസ്റ്റർ. ഈ സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞത് പലരും പറഞ്ഞ റൂമേഴ്സ് ആണ് പറഞ്ഞത്, അല്ലാതെ ആദ്യമേ അവാർഡിലേക്കൊക്കെ തള്ളി കയറ്റല്ല എന്നുള്ളത് കൂടി പറയുന്നു. പോസ്റ്റർ നോക്കുക, എവിടെ പോയി മമ്മൂക്ക? ധൈര്യം. ഇനി മമ്മൂട്ടി ഇല്ല, ധൈര്യക്കണം മറുപടി. മമ്മൂട്ടി ഇനി മലയാള സിനിമയിൽ വേണ്ട, ധൈര്യം. അത് പറയാൻ മാത്രം നിങ്ങളായിട്ടില്ല. കാരണം അത് പറയുന്ന ആളോടാണ്, എല്ലാവരോടും അല്ല പറയുന്നത്. ചില ആളുകൾ ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്നു, ഇവൻ ഇൻക്ലൂഡിങ് മൈ ഫ്രണ്ട്സ്, മമ്മൂക്കനെ പറഞ്ഞ നീ വരൂലടേ എന്നൊക്കെ പറഞ്ഞു. എടാ, മറുപടിയാണ് ഈ കിടക്കുന്നത്. നിങ്ങളിത് കണ്ടിട്ട് പറ, മമ്മൂക്ക തീർന്നോ? അതിന് ഇത്തിരി പൊളിക്കും. കാരണം ഈ സാധനം നിങ്ങൾ നോക്കുക, പല നടന്മാരും ഇവിടെ ഉണ്ട്. മലയാളത്തിൽ പല രീതിയിൽ കഴിവ് തെളിയിച്ചുള്ള ഡാൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. ചില ആളുകൾ ആക്ഷൻസിൽ ഭയങ്കര സംഭവമായിരിക്കാം, ചില ആളുകൾ ഫാമിലി ഡ്രാമ ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓരോ ആൾക്കും ഓരോ കഴിവ്. ലാലേട്ടൻ നമ്മൾ പറയുന്ന പോലെ ബോൺ ആക്ടറാണ്. പുള്ളി അഭിനയിക്കുകയാണെന്ന് പോലും അറിയില്ല എന്ന് പറയാം. നമ്മൾ പല സിനിമയിൽ കണ്ടിട്ട് നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. പുള്ളി അഭിനയിക്കുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുക എന്ന് പല ഡയറക്ടേഴ്സും IV ശശി അടക്കം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇന്ന് ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ മമ്മൂക്കയുടെ പ്രത്യേകത എന്താ? ഈ പോസ്റ്ററിന്റെ പ്രത്യേകത, എത്ര സിനിമകളിൽ നമ്മൾ ഈ ഇരുത്തം കണ്ടിട്ടുണ്ട്? എത്ര സിനിമകളിൽ ഈ പല്ലുകടി നമ്മൾ കണ്ടിട്ടുണ്ട്, നാവുകടി നമ്മൾ കണ്ടിട്ടുണ്ട്, പല്ലിന്റെ ഇടയിൽ നാവ് വെച്ചിട്ട്. ഇത് പുള്ളിക്കാരുടെ മുഖത്തേക്ക് നോക്കുക, ബാക്കി ഒന്നും നമുക്ക് ആദ്യം വരില്ല. ആ തന്നെ മുഖത്തെ ഭാവമാണ് വരിക. ഭാവങ്ങളുടെ രാജാവാണ് നമുക്ക്. ഈച്ച് ആൻഡ് എവറി ടൈം അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും. കാരണം ഇവിടെ ഈ ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കുക. എനിക്ക് തോന്നുന്നു രാക്ഷസ രാജാവിലടക്കം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും പല സിനിമയിലും ഈ നാവ് കടിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. പല സാഹചര്യത്തിലാവാം. ചിലപ്പോൾ തമാശയിലാവാം, ചിലപ്പോൾ ഏതെങ്കിലും നടിമാരോട് എന്തെങ്കിലും പറഞ്ഞ സമയത്താവാം, ചിലപ്പോൾ സ്വന്തം സുഹൃത്തിനോടാവാം, ചിലപ്പോൾ വില്ലന്മാരോട് ഭയങ്കരമായിട്ട് അതിനെ അടുത്തോളം രീതിയിലായിരിക്കാം, പലതും ആയിരിക്കും. ഇവിടെ ഇത് ഏതെങ്കിലും ഒന്ന്, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ മിന്നി പറയുമെങ്കിലും ഇത് അത് തന്നെയല്ലേ എന്ന് പറയാൻ പറ്റൂ? ഇല്ല, ഇത് ഡിഫറെന്റ് ആണ്. അതെങ്ങനെ ഡിഫറെന്റ് ആക്കുന്നുള്ള ഞാൻ ഇരുത്തം നോക്കുക. ബ്രഹ്മയുഗം, ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ള ബ്രഹ്മയുഗം നമ്മളാരും പറഞ്ഞിട്ടുണ്ടാവില്ല. അതൊരു ഇരുത്തുണ്ടായിരുന്നു. ഇങ്ങനെയല്ല, പുള്ളി ഇങ്ങനെ ഇരുത്തിരുന്നിരുന്നു. അതൊരു ഗംഭീരമായുള്ള ഇരുത്തായിരുന്നു. ഇവിടെ നോക്കുക, ഇരുത്തത്തിൽ വരെ മാറ്റം വരുത്തിയിട്ടുള്ളത് എങ്ങനെയാണ്? ഒന്ന് റിലാക്സ്ഡ് ആയി ഒന്ന് ചാഞ്ഞിരുന്ന് കൈ വെച്ചിരിക്കുന്ന നോക്കിയാൽ ഇടത്തെ കൈ ആ പിടിയിലേക്ക് ചേർത്ത് വെച്ച് വലത്തേക്ക് വെച്ച് മുന്നോട്ട് വെച്ച് ആ ചെരിഞ്ഞുള്ള കടിയും നോട്ടം കൂടെ ആകുമ്പോഴേക്ക് ഭയങ്കരമായ ഡിഫറൻസ് ആണ് ആ ക്യാരക്ടറിന് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാലോ ഇരിക്കുന്നത് മമ്മൂട്ടിയാണെന്ന്, പക്ഷെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഉത്ബോധ മനസ്സിൽ അറിയാമെങ്കിൽ പോലും കളങ്കാവില്ല ക്യാരക്ടറാണതേ. അതിനെല്ലാം പുള്ളിക്കാരനെ സഹായിക്കുന്ന മുടി അത്രയും ചീകി മുകളിലിട്ട് വെച്ചിരിക്കുന്നത്, കട്ടിയുള്ള മീശ, ആ കുഞ്ഞിക്കണ്ണുകൾ എന്ന് പറയാൻ ആനയുടെ കണ്ണ് നമുക്കാരെ പലപ്പോഴും ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. കാരണം കുഞ്ഞിക്കണ്ണാണ്. പിന്നെ ആ നോട്ടവും ആ ഭാവം കൂടി ആകുമ്പോഴേക്ക് ഇതെന്തത് കൊടൂരനാണോ ക്രൂരനാണോ അതോ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ആളാണോ അറിയില്ല. പക്ഷെ ഇവിടെ തന്നെ പറഞ്ഞ പോലെ കളങ്കാവൽ എന്ന് പറഞ്ഞിട്ട് താഴെ ഇതിന്റെ വെനം ബിനീത്ത് എന്നാ പറഞ്ഞിട്ടുള്ളത്. വിഷമാണ്, തൊട്ടുപിറകിൽ ഇത് എപ്പോഴും ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺ ദി വേ, സ്റ്റേ ട്യൂൺ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം, വാട്ട് ലൈസ് ബിനീത്ത് ഈസ് ഡെഡ്ലിയർ ദാൻ യു തിങ്ക്. നിങ്ങളുടെ പിറകിലിരിക്കുന്ന സംഭവം നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡെഡ്ലിയർ ആണ്, അത്ര അപകടകാരിയാണ് എന്നാണ് പറയുന്നത്. ഇനി കളങ്കാവൽ ഓൺ ദ വേ, സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഈ സിനിമയുടെ ട്രെയിലർ വരുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നു, പക്ഷെ അത് പിന്നീട് പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ചു. ഇനി ഓണത്തിന്റെ അന്ന് അത് ട്രെയിലർ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പറയാൻ പറ്റില്ല, ഇനിയിപ്പോൾ അടുത്ത വീക്കിലോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരുന്നുണ്ടോ ഒന്നും അറിയില്ല. അതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് മോർ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, സ്റ്റേ ട്യൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പുള്ളി ഇരിക്കുന്ന കസാര ഒരു ഡിഫറെന്റ് കസാരയാണ്. ഇങ്ങനത്തെ ഒരു ഷേപ്പ് ചാരു കസാര പോലത്തെ ഒരു സാധനം തന്നെയാണ്. കുറച്ച് രാജകീയമായിട്ടുള്ള സംഭവം എന്നാണ് തോന്നുന്നത്. പിന്നെ കയ്യില് എന്തുള്ള സിഗരറ്റ് കത്തി അതാണ് തോന്നുന്നത്, ലൈറ്ററാണ് കയ്യിലുള്ളത് തോന്നുന്നുണ്ട്. കണ്ടിട്ട് ലൈറ്റർ തന്നെയാണെന്നാണ് തോന്നുന്നത്. പുള്ളി ഒരു സിഗരറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് വലിക്കുന്നില്ല, ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ കഴുത്തിൽ ആ സ്വർണ്ണമാല, ചെക്ക് ഷർട്ട്, ലുക്ക്, എല്ലാം കൊണ്ടും ഹീസ്
ബ്രില്യൻറ്റ് എന്നാണ് പറയാനുള്ളത്. പിന്നെ പിറകിലൊരു ചിലന്തി വലയുണ്ട്. ചിലന്തി വല എന്ന് കാണുമ്പോൾ അറിയാലോ, ചിലന്തി വലയിൽ പെട്ട് കഴിഞ്ഞാൽ പ്രാണികൾ അതിൽ പെട്ടു, പിന്നെ ചിലന്തി വല തിന്ന, മരണം മുന്നിൽ കണ്ടിരിക്കുക എന്നുള്ളൊരു അവസ്ഥയാണ്. ചിലന്തി വലയിൽ പെട്ട അങ്ങനെ ചിലന്തി ഏത് സമയം വേണമെങ്കിലും വരാം, ഏത് സമയം വേണമെങ്കിലും എട്ടുകാലി വരാം, പിടിക്കാം. സോ ആ ഭരണഭയം എപ്പോഴും അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പുള്ളിക്കാരനെ കാണുമ്പോൾ എന്നുള്ള രീതിയിലാണോ പറഞ്ഞിരിക്കണം എന്ന് അറിയില്ല. ബട്ട് നമുക്ക് വില്ലൻ എന്ന രീതിയിൽ മാത്രം പറയാൻ പറ്റില്ല. ഇവിടെ ജിതിൻ കെ ജോസ് എന്ന് പറയുന്നതിന്റെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. മമ്മൂക്കനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ ആപ്റ്റ് ആണ്. കാരണം പുള്ളി നിങ്ങൾ വില്ലനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് പറഞ്ഞ പല രീതിയിലുള്ള സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ പുള്ളി വില്ലനാണെന്ന് ഉറപ്പിക്കാൻ വരട്ടെ, നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പലതും പലപ്പോഴും മമ്മൂക്ക തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് പൊതുവെ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞാൽ അറിയാലോ, ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ വണക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നേരെ സ്റ്റേറ്റ് അവാർഡിലേക്ക് തള്ളിയിടല്ല, ബട്ട് പറഞ്ഞപ്പോൾ അതുകൂടി ചേർത്ത് പറഞ്ഞുള്ളൂ. കാരണം അങ്ങനെ സംസാരം വരെ കേൾക്കുന്ന സിനിമയാണ് ഇത്. ഗംഭീരമായിട്ടുള്ള മമ്മൂക്കയുടെ മറ്റൊരു ക്യാരക്ടർ ആയിരിക്കും. പ്രേമയുഗത്തിന് ശേഷം അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിനായകന്റെ ക്യാരക്ടർ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ അത് വിനായകൻ പിന്നെ അറിയാലോ, ഓൾവേസ് എയറിലാണ്. പുള്ളി എയറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി എപ്പോഴാണ് ബാക്കി കാര്യങ്ങളെന്ന് അറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് എൻ്റെ ഒരു അപ്ഡേറ്റ് പറയാൻ പറ്റിയത്. കാരണം ബാക്കിയുള്ള എല്ലാ ആളുകളും പറയുമ്പോൾ, എസ്പെഷ്യലി ലാലേട്ടനപ്പുറത്ത് ഉണ്ടാകുമ്പോൾ, ലാലേട്ടനപ്പുറത്ത് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കും, ഓ മമ്മൂക്ക ഫാൻ ആണല്ലേ, ഓ ലാലേട്ടനപ്പുറത്ത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഇവർ രണ്ടുപേരും മലയാള സിനിമയുടെ മുഖങ്ങളാണ്. ഒരാളെ മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? മമ്മൂക്ക മാത്രമേ ഉള്ളൂ, ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. ഫാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ഫാൻസിന്റെ ആളുകൾക്ക് പറയാം. പക്ഷെ ഒരാളെ മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മമ്മൂക്ക ഒന്നിൽ ബെറ്റർ ആണെങ്കിൽ ലാലേട്ടൻ മറ്റൊന്നിൽ ബെറ്റർ ആണ്, ലാലേട്ടൻ മറ്റൊന്നിൽ ബെറ്റർ ആണെങ്കിൽ മമ്മൂക്കയ്ക്ക് വേറൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ഇവരിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഫാൻ ഫൈറ്റ് ഒരിക്കലും ജയിക്കാനും പോകുന്നില്ല. അപ്പൊ അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള രണ്ട് നടന്മാർ, അവരുടെ രീതിയിൽ അവരിപ്പോഴും ടോപ്പറായിട്ട് തന്നെ നിൽക്കുന്ന അവസ്ഥ, ഇവരുടെ ഒരു സിനിമ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത്രയും സിനിമകൾ വരുമ്പോൾ, ഒരുപാട് സിനിമ ലോക അടക്കമുള്ള മലയാളത്തിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള സിനിമകൾ വരാനിരിക്കുമ്പോൾ, പക്ഷെ ഇനി വരാനുള്ള സിനിമകളൊക്കെ അത്രയും ഞെട്ടിക്കുന്ന സിനിമകളാവും എന്നാണ് തോന്നുന്നത്. ഇവിടെ കൂലിയും വാറൊക്കെ തേഞ്ഞൊട്ടിയപ്പോഴും നല്ല കഥയും നല്ല പ്രസന്റേഷൻ തരണമെങ്കിൽ അത് മലയാള സിനിമ തന്നെ വേണം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പല സിനിമകളും നമുക്കുണ്ട്. ഇൻക്ലൂഡിങ് ഭ്രമയുഗം, അതുപോലെ തുടരും ലാലേട്ടന്റെ. ഇവ വരാൻ പോകുന്ന ഹൃദയപൂർവ്വമാണ്. അത് നല്ലൊരു ഗംഭീരമായിട്ടുള്ള വളരെ മികച്ച ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഇന്നത്തെ ഒരു പാട്ട് വന്നിട്ടുണ്ട്, വെൺമതി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല എന്ത് സുഖമാണ് ആ പാട്ട് കേൾക്കാൻ. നമ്മൾ റിയാക്ഷൻ ചെയ്ത് ചാനലിട്ടുണ്ട്, വേണ്ടവർക്ക് ചാനൽ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് മമ്മൂക്കൻ്റെ ഒരു വരവുണ്ട്, ഒരു 1.5 വരവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹേറ്റേഴ്സിനോട് പറയാനുള്ളത്, മമ്മൂക്ക തീർന്നു എന്നോട് പറയാനുള്ളത്, അങ്ങനെയൊന്നും ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുന്നതല്ല മമ്മൂക്ക. പടം പൊട്ടിയെന്നുണ്ടെങ്കിലും ഇന്ന് കൊത്തയിലെ ഒരു ഡയലോഗാണോട് പറയുന്നത്, തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ.